നിങ്ങൾ യു കെയിൽ ഏതെങ്കിലുമൊക്കെ വിസ സ്റ്റാറ്റസിലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്കുള്ള രണ്ട് പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസാണ് ഈ ഒരു വീഡിയോയിൽ. ഗ്രാജുവേറ്റ് വിസയിലോ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിലോ വർക്ക് വിസയിലോ ഡിപ്പെൻഡ് വിസയിലോ ഉള്ളവർക്കുള്ള അപ്ഡേറ്റുകളാണ്. ഒന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ വിസ തീരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മറ്റൊരു വിസ ഇവിടെ കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ വിസ തീരുന്നതിന് മുമ്പ് നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോവുക. അതല്ലാതെ വിസ തീർന്നു കഴിഞ്ഞ് നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അത് ഇല്ലീഗലാണ്. ആ ഒരു ഇല്ലീഗലായിട്ട് നിങ്ങൾ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ പ്രശ്നം, നിങ്ങൾക്ക് പിന്നെ ഈ ഒരു രാജ്യത്ത് നാളെ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ വിസയ്ക്ക് വരാനുള്ള ഒരു അവസരമാണ് ഇല്ലാതാകുന്നത്. രണ്ടാമത്തത്, യു കെ പോലെയുള്ള മറ്റ് രാജ്യങ്ങളിലും നിങ്ങൾക്ക് നാളെ ഒരു ജോബ് കിട്ടിയോ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന് വേണ്ടി പോകാനുള്ള അവസരമാണ് ഇല്ലാതാകുന്നത്. പ്രത്യേകിച്ച് അയർലൻഡ്, ഓസ്ട്രേലിയ, കാനഡ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിങ്ങൾക്ക് യു കെയിൽ ഒരു ഇല്ലീഗലായിട്ട് നിങ്ങൾ താമസിച്ചിട്ടുണ്ടെങ്കിൽ വിസ കിട്ടാനുള്ള ചാൻസുകൾ, പ്രത്യേകിച്ച് യൂറോപ്പിലും വിസ കിട്ടാനുള്ള ചാൻസുകൾ കുറവാണ്. ഇത് പറയാനുള്ള മറ്റൊരു റീസണുണ്ട്. ഒത്തിരി സ്റ്റുഡൻസും അതേപോലെ ഗ്രാജുവേറ്റ് വിസയിൽ വന്നിട്ടുള്ളവർ അവരുടെ വിസ കാലാവധി കഴിഞ്ഞ് 30 ദിവസം വരെ ഇവിടെ നിൽക്കാം, അതല്ല എങ്കിൽ ഫീ വേവർ ചെയ്താൽ ഇവിടെ നിൽക്കാം, അതല്ലെങ്കിൽ ഫാൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് FLR ചെയ്ത് നിൽക്കാം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി അഡ്വൈസുകൾ കേൾക്കുകയും ആ അഡ്വൈസുകളുടെ ഭാഗമായിട്ട് ഇവിടെ ആളുകൾ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നാളെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഈ രാജ്യത്ത് വരാനുള്ള ഒരു അവസരമാണ് നഷ്ടപ്പെടുന്നത്. കാരണം ഞങ്ങൾ നഴ്സുമാരെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒത്തിരി നഴ്സുമാർക്ക് എല്ലാ യോഗ്യതകളുണ്ടായിട്ടും ഇവിടെ മാസീവായിട്ടുള്ള ഷോർട്ടേജ് ഉണ്ടായിട്ട് പോലും അവർ പണ്ട് അവരുടെ ഇമിഗ്രേഷൻ നിയമങ്ങളിൽ വന്നിട്ടുള്ള വയലേഷൻസ് കാരണം ഇവിടെ അവർക്ക് വരാൻ പറ്റിയിട്ടില്ല. അതേപോലെ പല നഴ്സുമാരുടെ പാർട്ട്നേഴ്സിനും ഇവിടെ ഡിപ്പെൻഡ് വിസ കിട്ടി വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ വിസ തീരുന്നതിന് മുമ്പ് നിങ്ങൾ ഈ രാജ്യത്ത് ലീവ് ചെയ്യുക. കാരണം വിസ കഴിഞ്ഞ ഒരു ദിവസം ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അത് ഇല്ലീഗലാണ്. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള വിസയുണ്ട്, നിങ്ങൾ ഓവർസീസിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, 3 മാസം മുമ്പ് തിരിച്ചു വരണോ? അങ്ങനെ യാതൊരു നിയമവുമില്ല. നിങ്ങളുടെ ഈ വിസയിൽ എന്നാണ് വാലിഡിറ്റി ഉള്ളത് അതിന് ഒരു ദിവസം മുമ്പെങ്കിലും നിങ്ങൾ യു കെയിൽ തിരിച്ചു വന്നാൽ മതി. അതല്ലാതെ വിസ തീരുന്നത് കൊണ്ട് നിങ്ങൾ വിദേശത്തേക്ക് ട്രാവൽ ചെയ്യുന്നതിനോ തിരിച്ചു വരുന്നതിനോ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ആകപ്പാടെ കുറച്ച് കൺസേൺസ് ഉള്ളത്, ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ടുള്ളവരാണ്, അവർ കോഴ്സ് കഴിഞ്ഞു PSW എലിജിബിൾ അല്ല എങ്കിൽ ചില സമയത്ത് ഹോം ഓഫീസ് എയർപോർട്ടിൽ നിന്ന് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് തിരിച്ചു വരുന്നത് എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ലാതെ നിങ്ങളുടെ വിസ എക്സ്പയർ ആകുന്നതിന് മുമ്പ് നിങ്ങൾ യു കെയിൽ വരുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ വിസ എക്സ്പയർ ആകുന്നതിന് ഒരു ദിവസം മുമ്പ് യു കെയിൽ വരണം എന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. താങ്ക് യു സോ മച്ച്.